നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നലെയായിരുന്നു കേരള ബജറ്റ് അവതരണം. പ്രവാസികളുടെ ക്ഷേമത്തിനായി പുതിയ പദ്ധതികൾ വല്ലതും പ്രഖ്യാപിച്ചോ എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടാകും. കേരള ബജറ്റിൽ പ്രവാസ ലോകത്തു നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത്. അല്ലെങ്കിലും അനുകൂലിക്കാനും പ്രതികൂലിക്കാനും ഒക്കെ ഇരുവിഭാഗവും സ്വാഭാവികമായും ഉണ്ടാകും. എന്നാൽ ബജറ്റിൽ പ്രതീക്ഷ വാനോളം വെച്ചു പുലർത്തിയ പ്രവാസികൾക്കായി അത്ര വലിയൊരു പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല എന്നതാണ് വസ്തുത. UAE സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രവാസികൾക്ക് കാര്യമായ ആശ്വാസ പദ്ധതികൾ ഒന്നും തന്നെ ബജറ്റിൽ ഇല്ലായിരുന്നു. റിസർവ് ബാങ്കിന്റെ 2018 കണക്ക് പ്രകാരം ഇന്ത്യയിലെത്തുന്ന പ്രവാസി പണത്തിന്റെ 19% കേരളത്തിലാണ്. ഇത് പരിഗണിക്കപ്പെടാത്ത ബജറ്റാണ് സഭയിൽ അവതരിപ്പിച്ചത്. എന്നാൽ വിവിധ പ്രവാസി പദ്ധതികൾക്കായി 250 കോടിയോളം നീക്കിവെച്ചത് നേരിയ ആശ്വാസം പകരുന്നു എന്ന് മാത്രം. കേരളത്തിന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സായ പ്രവാസികളുടെ ക്ഷേമ പദ്ധതികൾക്കായി ഈ തുക പര്യാപ്തമാണെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. പ്രവാസികാര്യ വകുപ്പിനായി 147.51 കോടി രൂപ വകയിരുത്തുമെന്ന് ബജറ്റിൽ പറയുന്നുണ്ട്. പ്രവാസി മലയാളികൾക്കായി പുതുതായി രൂപകൽപ്പന ചെയ്ത ഏകോപന പുനഃസംയോജന പദ്ധതിക്ക് 50 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. പദ്ധതികളുടെ വിശദാംശങ്ങൾ കൂടുതൽ ലഭ്യമല്ലെങ്കിലും ഈ ബജറ്റിൽ പ്രവാസികൾക്ക് പുതിയതായി പ്രഖ്യാപിച്ച ഏക പദ്ധതിയാണിത്. 2 വർഷത്തിൽ കൂടുതൽ വിദേശത്ത് ജോലി ചെയ്ത ശേഷം മടങ്ങിയെത്തിയവർക്കുള്ള ധനസഹായ പദ്ധതിയായ സാന്ത്വനത്തിന് 33 കോടി വകയിരുത്തി. നോൺ റെസിഡൻസ് കേരളൈറ്റ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിന് 9 കോടിയും മാറ്റിവെച്ചു. വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരെയും സംരംഭകരെയും ഉൾപ്പെടുത്തി കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം മെച്ചപ്പെടുത്തുന്നതിന് സിയാൽ മാതൃകയിൽ 100 കോടി രൂപ മൂലധനമുള്ള മാർക്കറ്റിംഗ് കമ്പനി ആരംഭിക്കും. ഇതിനായി 20 കോടിയാണ് അനുവദിച്ചിരിക്കുന്നത്. പുതിയ പ്രഖ്യാപനങ്ങൾ എല്ലാം പരിശോധിക്കുമ്പോൾ പ്രവാസികളെ ബജറ്റിൽ പരിഗണിച്ചില്ല എന്ന് പറയാനാകില്ല. എന്നാൽ വേണ്ട വിധത്തിൽ അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷ തെറ്റിച്ച ഒരു ബജറ്റായിരുന്നു ഇത്തവണത്തേത്. അതേസമയം കഴിഞ്ഞ ബജറ്റുമായി ഇത് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ പ്രവാസികളെ കാര്യമായ രീതിയിൽ പരാമർശിക്കാത്ത ബജറ്റാണിത്. കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പ്രവാസി പദ്ധതികൾക്കായി 1500 കോടിയിലേറെ രൂപയുടെ പ്രഖ്യാപനം നടന്നപ്പോഴാണ് ഈ ബജറ്റിൽ കേവലം 250 കോടിയിൽ ഒതുക്കിയത്. സർക്കാർ കൊട്ടി ആഘോഷിച്ചു കൊണ്ടുവന്ന ലോക കേരള സഭയെക്കുറിച്ച് ബജറ്റ് മൗനം പാലിക്കുന്നുമുണ്ട്. കഴിഞ്ഞ വർഷം സഭയുടെ പ്രവർത്തനത്തിനായി തുക നീക്കിവെച്ചിരുന്നെങ്കിലും ഒന്നും നടന്നില്ല. UAEയുടെ സഹകരണത്തോടെ ടൂറിസം വ്യവസായ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രിമാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ബജറ്റിൽ ഇതൊന്നും പരാമർശിക്കുന്നില്ല. മടങ്ങിപ്പോരുന്ന പ്രവാസികളുടെ പുനരധിവാസത്തിനായി പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന ആവശ്യമുയർന്നെങ്കിലും ഇതും നടപ്പായില്ല. ഗൾഫിൽ നിന്ന് മികച്ച പരിശീലനം നേടി നാട്ടിലെത്തിയവരുടെ കഴിവ് നാടിന്റെ വികസനത്തിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന ആവശ്യവും ചെവിക്കൊണ്ടില്ല. കോവിഡിൽ മരിച്ച പ്രവാസി കുടുംബങ്ങൾക്ക് സഹായം നൽകണമെന്ന ആവശ്യവും പരിഗണിക്കപ്പെട്ടില്ല. പ്രവാസി പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇതും നടന്നില്ല. ഇത്രയധികം പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന മനോഭാവത്തിലാണ് സർക്കാർ ബജറ്റ് അവതരിപ്പിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.